ഇപ്പോൾ E20 ഒരു ചർച്ചാ വിഷയമാണല്ലോ, അതുകൊണ്ട് E20യുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മളത് ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ വന്നിരിക്കുന്ന ഈവൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ TVS അപ്പാച്ചയുടെ 20th ഇയർ സെലിബ്രേഷനാണ് നടക്കുന്നത്. അപ്പാച്ചയിൽ ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് ഉണ്ട്. 160, 180, 200, പിന്നെ അതിൻ്റെ 4 വാൽസ് ഉണ്ട്, പിന്നെ RTR 310, RR 310, ഇങ്ങനെ 30ഓളം പ്രോഡക്റ്റ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഏത് സ്പെക്കിലും എടുക്കാൻ പറ്റുന്ന, ഏത് പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഈ അപ്പാച്ചി എന്ന് പറഞ്ഞ സീരീസിലുള്ളത്. അപ്പോൾ കുറച്ച് സർപ്രൈസ് ഉണ്ട്. RTR 160 എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ അപ്പാച്ചെ സീരീസാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന കാര്യം എന്നാൽ ഈ ഒരു ഷാമ്പയിൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കളേഴ്സാണ്. പിന്നെ അതുപോലെ E20 ഫ്യൂവൽ സാറ്റിസ്ഫൈ, ഇത് നേരത്തെ ഉള്ള കാര്യമാണോ, അത് ഇപ്പോൾ E20 ഒരു ചർച്ചാ വിഷയമാണല്ലോ, അതുകൊണ്ട് E20യുടെ കാര്യം പറഞ്ഞത്. ആനിവേഴ്സറി എഡിഷൻ്റെ ബാഡ്ജിങ്, പിന്നെ USB ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അലോയിലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 164 വാൽവ് വന്നിരിക്കുന്ന ഒരു വേരിയൻ്റാണ്, പുതിയ വരുന്നൊരു വേരിയൻറ്റ്. അതിനും നമുക്ക് അലോയിലും ഡ്യുവൽ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. കാലിപ്പേഴ്സ് റെഡിലാണ്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സോസിൽ നിന്ന് കേൾക്കാം. TFT ക്ലസ്റ്ററാണ് മറ്റൊരു കാര്യം. ഈ ഒരു TFT ക്ലസ്റ്ററിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ TFT ക്ലസ്റ്ററിനോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ലാമ്പാണ്. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പ്. ഇത്രയാണ് ഒരു പുതിയ യൂണിറ്റായിട്ട് നമുക്ക് മെയിനായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് എലമെൻറ്റ്സ് ഈ ഒരു വേരിയൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. കാലിപ്പേഴ്സ് ഉണ്ട് കേട്ടാണ്. അലോയിലും അതുപോലെ ഡിസ്ക് ബ്രേക്കിൽ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ അതേപടി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ 20 ഇയർ ബാഡ്ജിങ് ഉണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. 160 മാത്രമല്ല 200ലും പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. 200 ആണ് ഈ കാണുന്ന 200 ഫോർട്ട് വാൽവ്. ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ USB ഫോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു TFT ക്ലസ്റ്റർ പുതിയ TFT ക്ലസ്റ്ററിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കണക്റ്റഡ് ഫീച്ചേഴ്സും ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റെഡ് കളറാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഗ്രേ കളർ കോമ്പിനേഷൻ. ഇനി ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ആനിവേഴ്സറി എഡിഷൻ 204 വാൽവിൽ. ആനിവേഴ്സറി എഡിഷൻ വരുമ്പോഴത്തേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ ഒരു ഷാമ്പയിൻ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബാഡ്ജിങ് വരും. TFT നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. TFT ഇതാണ് 5 ഇഞ്ച് TFT ആണ് വരുന്നത്. അതിനകത്ത് കണക്റ്റഡ് ഫീച്ചേഴ്സും ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളത് 2 പ്രോഡക്റ്റുകളാണ്. ഒന്ന് RTR 310, RR 310. ഇതിനകത്ത് രണ്ടും പുതിയ വേരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ആനിവേഴ്സറി എഡിഷൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ബോഡിയിൽ ത്രൂ ഔട്ട് കാണാതെ. പിന്നെ ആനിവേഴ്സറി എഡിഷൻ്റെ ബാഡ്ജിക്ക് നമുക്ക് അഡീഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ വരുമ്പോഴത്തേക്ക് നമുക്കൊരു അലുമിനിയം ഫിനിഷിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഫ്രെയിം വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലേക്ക് ഫ്രെയിമിൻ്റെ കളർ റെഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആനിവേഴ്സറി എഡിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് RR 310 വന്നിരിക്കുന്ന മാറ്റം. ഇനി RTR 310 വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് എക്സോസ്റ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടിലും എക്സോസ്റ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് മാറ്റമായിട്ട് നമുക്ക് പറയാം. അതുപോലെ രണ്ടിൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഡൈനാമിക് കിറ്റും ഡൈനാമിക് പ്രോ കിറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RTR ആൻഡ് RR 310 കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആനിവേഴ്സറി എഡിഷൻ അപ്ഡേറ്റ്സ്.